സോറി, ഇവിടെ നെറ്റ്വർക്കിന് കുറച്ച് പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു സിനിമ നടനായതുകൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് എനിക്ക് ഒരു സ്പെഷ്യൽ ക്രെഡിറ്റ് വേണ്ട. നമ്മുടെ നാട്ടിലിങ്ങനൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ പലരും സ്വന്തം ജീവൻ പണയം വെച്ച് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി വെക്കാൻ നാട്ടുകാരെയും നാടിനെയൊക്കെ രക്ഷിച്ച ആൾക്കാരുണ്ട്. അവർക്കില്ലാത്ത ഒരു ക്രെഡിറ്റും എനിക്ക് വേണ്ട. ഞാനിത് പറയാൻ കാരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് വെള്ളത്തിലിറങ്ങിയ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരും നമ്മുടെ ഡിഫൻസ്, നേവി, ഇതിന് കൂടെ നിന്ന ഗവൺമെൻറ്, പിന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തരും, ഇതിലാരും സത്യം പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളല്ല ചെയ്തിരിക്കുന്നത്. എല്ലാവരും ചെയ്തിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. ചെറുത് എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് കാണിച്ച മനസ്സ് അത് വലുതാണ്. അത് തന്നെയാണ് നമുക്കിനിയും തുടരേണ്ടത്. ഇതെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഇതിനിടയ്ക്ക് വളരെ ചെറിയ ശതമാനം ആളുകൾ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുകയും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെയൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നത്. ദയവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക. കാരണം കർമ്മ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. സർക്കിൾ ഓഫ് ലൈഫ് എന്ന് ഞാൻ കരുതുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്നത് അത് നല്ലതായാലും ചീത്തയായാലും ഒരു ബൂമറാങ് പോലെ കറങ്ങി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഞാനീ പറയുന്നുണ്ട് എല്ലാവരും മനസ്സ് മാറി നന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഉപകാരങ്ങൾ ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക. ഈ സമയത്തല്ല രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതും രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുന്നതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ മുതലെടുപ്പുകൾ നടത്തുന്നത്. അത് ഈ സമയത്തല്ല. അത് നിങ്ങൾ മറ്റു സമയങ്ങളിൽ നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ഈ സമയത്ത് ദയവ് ചെയ്ത് അത് ചെയ്യരുത്. ഒരുപാട് പേര് എല്ലാം മറന്ന് കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ എൻ്റെ കൂടെ ഈ വെള്ളത്തിലിറങ്ങിയ ആൾക്കാരെല്ലാം ഓരോ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എനിക്കും എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ ദേഹത്ത് തടിച്ചു പൊന്തി തുടങ്ങി. അത് എന്താണെന്നറിയില്ല. എന്ത് എലിപ്പനിയാ, എന്ത് കോളറയാണ് ഞങ്ങൾക്ക് വരാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും ആലോചിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ഇവിടെ താരതമ്യേന ചെറിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തത്. അത് വെച്ച് നോക്കുമ്പോൾ വലിയ ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ നീന്തി രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാരും അതുപോലെ ഈ മലിനജലത്തിൽ ദിവസങ്ങളോളം നിന്ന് ചെയ്തിട്ടുള്ള നമ്മുടെ ആർമിക്കാരും നേവിക്കാരും മുക്കോമാരും തുടങ്ങിയിട്ടുള്ള ഇത് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അവരതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു നാട് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ്. അതിന് നിന്ദിക്കരുത്. അതിന് എന്താ പറയുക, അതിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ. ദയവ് ചെയ്ത് അത് ഒഴിവാക്കുക. പിന്നെ കേരളത്തെക്കുറിച്ച് ഓർത്ത് എനിക്കിപ്പോൾ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. അതുപോലെ കേരളത്തിലേക്ക് സഹായം എത്തിച്ച മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നല്ല മനസ്സുള്ള ആൾക്കാരും മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളാണെങ്കിലും അതല്ലാതെ ആ രാജ്യക്കാരാണെങ്കിലും നമുക്ക് സഹായം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഇനിയും അത് കുറച്ച് നാളത്തേക്കും കൂടെ വേണം. എല്ലാം ചിലപ്പോൾ മാസങ്ങളെടുത്തേക്കാം നമ്മൾ പഴയ പോലെ ആവാനായിട്ട്. നിഖിൽ നന്ദകുമാർ, ഭിത്തിയുടെ ഉറപ്പ് എങ്ങനെ അറിയും? എന്തെങ്കിലും സംവിധാനമുണ്ടോ? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് വിദഗ്ധരോട് തന്നെ ചോദിക്കണം. എനിക്ക് കിട്ടിയ ഏറ്റവും പരിമിതമായിട്ടുള്ള എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഒരുപാട് സന്തോഷം. നമ്മളെല്ലാവരും ഇതിനെ ആദ്യഘട്ടം നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഘട്ടങ്ങളുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു.